പാഠം 670 ബുദ്ധിയുടെ അളവുകോൽ. ശമ്പള സ്കെയിൽ പുതുക്കുമ്പോൾ വില്ലേജ് ഓഫീസറുടെ തസ്തിക ഉയർത്താൻ ശുപാർശ. ശമ്പള പരിഷ്കരണത്തിന് നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിലാണ് വില്ലേജ് ഓഫീസറുടെ തസ്തിക ഡെപ്യൂട്ടി തഹസിൽദാർക്ക് തുല്യമായി ഉയർത്തണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈശ്വര, ആ ശുപാർശ സർക്കാർ സ്വീകരിച്ചാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫലിക്കും. നീ വാർത്ത വായിച്ചോ? വില്ലേജ് ഓഫീസർമാരുടെ തസ്തിക ഡെപ്യൂട്ടി തഹസിൽദാർക്ക് തുല്യമായി ഉയർത്താൻ ശമ്പള കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു. സർക്കാർ ആ ശുപാർശ സ്വീകരിച്ചാൽ പ്രൊമോഷൻ കിട്ടാതെ തന്നെ ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാരാവും. ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ ഞാനും വായിച്ചു. ഇതെന്തൊരു അക്രമം മോഹനട്ടോ ഇത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ വാരിക്കൊരു ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാർ ഖജനാവിൽ 10 പൈസ ബാക്കി ഉണ്ടാവോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകുന്നത് വെറുതെ അല്ല, നല്ല ഒന്നാന്തരമായി അധ്വാനിച്ചിട്ടാ. ഞങ്ങളെപ്പോലുള്ളവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തത് കൊണ്ടാണ് നിന്നെപ്പോലുള്ളവർ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്നെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. നിന്നെപ്പോലുള്ള വക്കീലന്മാർ ജോലി ചെയ്യുന്നതോ? മോഹനേട്ടാ, ഞാൻ ഇറങ്ങാ. ഇത്ര നേരത്തെയോ? ഇപ്പൊ പോയാ കൃത്യം 9 മണിക്ക് കോളേജിൽ ചെല്ലാം. 10 ആവുമ്പോഴേക്കും ജോലിയൊക്കെ തീർത്ത് തിരിച്ചും പോരാ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. എല്ലാ കാര്യങ്ങളിലും നീ ഏട്ടനെ പോലെ സമയനിഷ്ഠ പുലർത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ പറ്റൂ. ഇപ്പൊ തന്നെ നീ എന്റെ കാര്യം നോക്ക്. എല്ലാ ദിവസവും കൃത്യം 9:38 ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. 9:55 വില്ലേജ് ഓഫീസിലെത്തും. ഒരു ദിവസം പോലും അതിൽ മാറ്റം വരാറില്ല. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ചില നാടകങ്ങൾ കളിക്കേണ്ടി വരും. നാടകോ? മോള് പോയിട്ട് വാ. ഒക്കെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ശരി ഏട്ടാ. മാമേച്ചി എവിടെ? അവള് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ശരി ശരി മോളെ. അപ്പൊ ശരി വിദ്യ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. സദാൻ സാറിനോട് ഞാനും കൂടി പറയാം. പോരെ? മാമേച്ചി, ഞാൻ ഇറങ്ങാണേ. നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? പിന്നെ ഇപ്പൊ പോയാ എനിക്ക് 11:30 ആവുമ്പോഴേക്കും തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോ ഞാനും മോഹനോട് ഉണ്ടാവില്ല. താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം നീ കണ്ടായിരുന്നല്ലോ. താക്കോൽ എടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറിയിരുന്നോളണം. ഉച്ചയോടെ അടുക്കളുണ്ടാവും. സമയത്ത് എടുത്ത് കഴിച്ച് മിടിക്കായിട്ടിരുന്നു. ഒരു 3:30 ആവുമ്പോഴേക്ക് ഞാനങ്ങ് വരാം. ഇന്ന് വൈകിട്ട് തിരിച്ചു വന്നിട്ട് നമുക്കൊരു പ്രശ്നം തീർക്കാനുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു വൻ പ്രശ്നം. അത് ഇന്ന് രാവിലെ തന്നെ തീർക്കേണ്ടതായിരുന്നു. പക്ഷേ നിനക്ക് കോളേജിൽ പോണല്ലോ. അതുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് വൈകിട്ടത്തേക്ക് മാറ്റിവെക്കാം. എന്താ ചേച്ചി ഒരു സസ്പെൻസ്? കാര്യം പറ. കാര്യം ഞാൻ വൈകിട്ട് പറയാം. ഇപ്പൊ നീ പോവാൻ നോക്ക്. ഇന്നത്തോടുകൂടി ഈ പ്രശ്നം തീരണം. അപ്പൊ ശരി, നീ ചെല്ല്. ശരി ചേച്ചി. സാറിന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പോരട്ടാ, നമ്മള് പറഞ്ഞ ബാക്കി പറയണ്ടേ? എന്ത് പറയാൻ? എനിക്ക് പറയാനുണ്ടല്ലോ. മോഹനേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മഹത്വവും കഷ്ടപ്പാടുമാണല്ലോ കുറച്ചു മുന്നേ വിസ്തരിച്ചങ്ങ് വിളമ്പിയത്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേരുണ്ട് അങ്ങനെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരായിട്ട്? കൈക്കൂലി വാങ്ങാത്തവരായിട്ട് എത്ര പേരുണ്ട്? സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി MAക്ക് അഡ്മിഷൻ വാങ്ങാൻ വന്നിരിക്കുന്ന കുട്ടിയാവൾ. അവൾക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ. അവള് മോഹനേട്ടന്റെ രീതിയല്ലേ. ഒരു തർക്കം വരുമ്പോ സ്വാഭാവികമായിട്ടുള്ള മോഹനേട്ടന്റെ പക്ഷത്തല്ലേ നിൽക്കുള്ളൂ. ശരി, എന്നാലും ഈ പ്രശ്നത്തിൽ അവളെ ജഡ്ജിയാക്കാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പാണോ? ഉറപ്പ്. അതായത് സർക്കാർ ജോലിയാണ് വക്കീൽ പണിയേക്കാൾ നല്ലത് എന്ന് പാറു പറഞ്ഞാൽ നീ തോറ്റു. വക്കീൽ പണി സർക്കാർ പണിയെക്കാട്ടിലും നല്ലതാണ് എന്ന് പാറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനും തോറ്റു. സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. സാറേ, ഒത്തുവരാം.
മോഹനേട്ടാ, ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്ന വലിയ കാര്യമാണല്ലേ? പിന്നല്ലേ, സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് സത്യത്തിൽ പൊതുജനസേവനമാണ്. നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് എത്ര മഹത്തായ കാര്യമാണ്. ഞാനിന്ന് കോളേജിന്റെ അവിടെ യാക്കോബ് ചേട്ടന്റെ ഐസ്ക്രീം പാർലറിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ യാക്കോബ് ചേട്ടൻ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കുവോ, അയ്യോ ആരാ ഇത്, മോഹനകൃഷ്ണൻ സാറിന്റെ അനിയത്തിയല്ലേന്ന്. എന്റെ കൂട്ടുകാരുടെ ഒക്കെ മുന്നില് ഞാൻ അങ്ങ് ഞെളിഞ്ഞു നിന്നു. അപ്പൊ അയാള് പറയാ, മോള് വാ ഐസ്ക്രീം കഴിക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ അയാള് പറയാ, പൈസ ഇല്ലാത്തോണ്ടാണെങ്കിൽ സാരമില്ല, മോഹനകൃഷ്ണൻ സാറിനോട് വാങ്ങിച്ചോളാന്ന്. എല്ലാം പറഞ്ഞ പോലെ വൈകിട്ട് അവസാനം വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ശരി, നോക്കില്ല, ഞാൻ ഇറങ്ങുന്നേ. ബാർബർ രായപ്പന്റെ പോക്കോരന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ശരി എന്നാ. ഓ, ഒരു ഭയങ്കര തമാശ ഇന്ന് വൈകിട്ടൂടെ ഉണ്ടാകാൻ പോവാ. ഞാൻ മോഹനേട്ടൻ തമ്മിൽ ഒരു പന്തേ. സർക്കാർ ജോലിയാണോ വക്കീൽ പണിയാണോ എന്നതാണ് തർക്കം. തർക്കം പഴയത് തന്നെയാ. എത്ര കൊല്ലം തർക്കിച്ചിട്ട് തീരാത്ത ഈ പ്രശ്നത്തിന് ഇന്ന് പരിഹാരം ഉണ്ടാകാൻ പോവാ. ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഇന്ന് ഞങ്ങളൊരു ജഡ്ജിയെ തീരുമാനിച്ചു. ജഡ്ജി ആരാണെന്നറിയാമോ? ഉത്തമനാണെന്ന് ഉത്തമൻ ചിലപ്പം കരുതുന്നുണ്ടാവും. ഞാൻ അങ്ങനെ കരുതുന്നില്ല.